നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആത്മീയ പരിഹാരങ്ങൾ തേടി നമ്മൾ പല ആളുകളെയും സമീപിക്കാറുണ്ട്. നമുക്കൊക്കെ അറിയാം, ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, ബിസിനസ്സിലുണ്ടാകുന്ന ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പല ആളുകളെയും സമീപിച്ച് അവർ പറയുന്ന പ്രതിവിധി നിർദ്ദേശങ്ങൾ കേൾക്കുകയും അതുപോലെ അവർ പറയുന്ന രൂപത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇവരൊക്കെ ആരാണ്, എന്താണ്, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊന്നും നമ്മളാരും അന്വേഷിക്കാറൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരാൾ ഒരു സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് തങ്ങളായിക്കോട്ടെ, ബീവി ആയിക്കോട്ടെ, ജ്യോത്സ്യനായിക്കോട്ടെ, ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് അവർ പറയുന്നതും കേട്ടിട്ട് നമ്മൾ പോകും. അവർക്ക് എന്താണ് ഈ ചികിത്സാ മേഖലയായിട്ടുള്ള അറിവ് എന്നൊന്നും നമ്മളാരും ചിന്തിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാറില്ല. സാധാരണ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള ചില ആളുകളുടെ കഥയാണ് ഞാൻ എഴുതിയ തങ്ങൾ ഉറങ്ങാത്ത വീട് എന്ന് പറയുന്ന പുസ്തകം. അതായത് ഒരു മലപ്പുറം ജില്ലയിലുള്ള ഒരു വീട്, അവിടെ ഒരു തങ്ങൾ താമസിച്ചിരുന്നു. പക്ഷേ ഈ തങ്ങൾക്ക് ഈ ചികിത്സയോ അങ്ങനത്തെ ഒന്നുമല്ല. അയാളൊരു ബിസിനസ്സുകാരനായിരുന്നു കേട്ടോ. അയാളുടെ ബിസിനസ്സിൽ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴാണ് അദ്ദേഹം ഈ വീട്ടിലേക്ക് കണ്ണൂരിൽ നിന്ന് നിർബന്ധിതാവസ്ഥയിൽ താമസം മാറ്റേണ്ടി വരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ശരിയായ സമയത്ത് അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിച്ചുപോയി. പക്ഷേ ഈ വീട് വിൽക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, നാട്ടുകാർ പറഞ്ഞു വരുത്തുന്നത് ഇവിടെ ഒരു തങ്ങൾ താമസിച്ചിരുന്നു, അതുകൊണ്ട് ആ വീട്ടിന് എന്തെല്ലോ കർമ്മങ്ങളൊക്കെ ചെയ്ത ദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും വാങ്ങാത്തത് കൊണ്ട് ഒടുവിൽ അവിടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ഒരു സ്ത്രീയും മക്കളും കൂടിയിട്ട് ആ വീട് കിട്ടിയ വിലക്ക് വാങ്ങിയിട്ട് അവിടെ താമസം തുടങ്ങിയാണ്. ആ സ്ത്രീ പിന്നെ ഒരു ബീവിയായിട്ട് മാറുന്നു. ആളുകളുടെ പ്രവാഹം ഉണ്ടാകുന്നു. വലിയ രൂപത്തിലുള്ള എന്താ പറയുക, അന്ധവിശ്വാസത്തിൻ്റെ കൂടാരമായി മാറുന്ന കഥയാണ് തങ്ങളുറങ്ങാത്ത വീട് എന്ന പുസ്തകത്തിലെ ആദ്യ ഭാഗം. രണ്ടാം ഭാഗത്തിൽ വയനാട് ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഗൾഫിൽ പോയി വലിയ സമ്പന്നനായി കപ്പൽ രൂപത്തിലുള്ള ഒരു വീട് തൻ്റെ നാട്ടിലുണ്ടാക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് രണ്ടാം ഭാഗത്തിലുള്ള കപ്പൽ എന്ന ഭാഗത്തിൽ വിശദീകരിക്കുന്നത്. മൂന്നാം ഭാഗം അവസാനത്തെ വേഷം എന്നുള്ളതാണ്. ഒരാൾ ഒരു നാട്ടിലെ പശുവിനെയൊക്കെ വളർത്തിയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അയാൾ എന്ത് ചെയ്യുന്നതെന്നറിയോ, നാട്ടിൽ 2 ഏക്കർ സ്ഥലം വാങ്ങുന്നു. എന്നിട്ട് കുറച്ച് പശുക്കളൊക്കെ വാങ്ങിയിട്ടിട്ട് വളർത്തി ജീവിക്കാൻ തുടങ്ങി. അയാൾ ഈ ഓണത്തിന് മാവേലീൻ്റെ ഒക്കെ വേഷം കെട്ടാൻ തുടങ്ങി. ഇയാളിങ്ങനെ സമ്പന്നനായി എന്നുള്ള തോന്നൽ നാട്ടുകാർക്ക് ഉണ്ടായപ്പോൾ നാട്ടുകാർ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഇയാൾക്ക് എന്തോ യക്ഷിയുടെ ഗ്രന്ഥങ്ങളുണ്ട്, അതുപയോഗിച്ചൊരു മന്ത്രവാദം നടത്തിയാണ് ഇയാൾ സമ്പന്നനാകുന്നതെന്ന്. അത് മനസ്സിലാക്കിയ കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് ഇയാളെയും കുടുംബത്തെയും കൂടിയിട്ട് കൊന്നുകളയുന്ന അതിദാരുണമായൊരു കഥയാണ് തങ്ങളുറങ്ങാത്ത വീട് എന്ന പുസ്തകത്തിലെ മൂന്നാം ഭാഗമായ അവസാനത്തെ വേഷം എന്ന കഥ. ഈ 3 കഥകളും വായനക്കാരെ പ്രകമ്പനം കൊള്ളിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പുസ്തകത്തിൻ്റെ മുഖവില 450 രൂപയാണ്. ഇപ്പോൾ ഓൺലൈൻ എഡിഷൻ ലഭിക്കുന്നു. ഓൺലൈൻ എഡിഷന് വില 100 രൂപ മാത്രമേ ഉള്ളൂ. നമ്മുടെ സൈറ്റിൽ ലഭ്യമാണ്. ഇനി സൈറ്റ് വഴിക്ക് വാങ്ങാൻ പറ്റാത്തവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 100 രൂപ ഗൂഗിൾ പേ അയച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ
ആ പുസ്തകത്തിൻ്റെ PDF അയച്ചു കൊടുക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പുസ്തകങ്ങൾ PDF ആയിട്ട് വാങ്ങുന്നവർ വേറെ പലർക്കും ഷെയർ ചെയ്തിട്ട് അവർക്കും കൂടി വായിപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടു. ഇപ്പം ചിലരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് വെറുതെ കിട്ടി നിങ്ങൾക്ക് നഷ്ടം വരൂലേ. ഞാൻ പറഞ്ഞൊരു കഥ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വായിക്കുന്ന ആളുകൾ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ടോ വെറുതെ വാങ്ങുന്നുണ്ടോ എന്നതല്ല പ്രധാനം. പേശലമല്ലൊരു വസ്തുവും ഉലകിൽ പ്രേക്ഷകരില്ലെന്നാൽ എന്നുവെച്ചാൽ ഏത് കലാകാരനെയും കലാകാരനാക്കുന്നത് അയാളെ ആസ്വദിക്കുന്നവർ. അതായത് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പുസ്തകം ഒരുപാട് പേര് വായിക്കുമ്പോൾ എൻ്റെ ആശയത്തിലേക്ക് അവർ സഞ്ചരിക്കാൻ അവസരം ഒരുങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ പുസ്തകം വെറുതെ വായിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നഷ്ടം തെച്ചു അതിൻ്റെ പ്രസാദകരിക്കാൻ അതവരുടെ കാര്യം. അതുകൊണ്ട് പരമാവധി ഒരു PDF ഒക്കെ ഉറുപ്പ്യൊക്കെ വാങ്ങിയിട്ടുണ്ട്, അത് അവരവരുടെ വീട്ടിലുള്ളവർ മാത്രം വായിക്കുന്നതിൽ പരിമിതപ്പെടുത്തണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത് എന്നൊരു അഭ്യർത്ഥനയും കൂടിയുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.